everyone, welcome to Catalyst Education. So, നമ്മുടെ ക്രിസ്മസ് എക്സാമിലെ ആവാനായിട്ടുണ്ട്. സോ ഇനിയും നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഡിസംബർ 15 നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ആവാണ്. സോ നമ്മുടെ +1 എക്കണോമിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റും സ്റ്റാറ്റിസ്റ്റിക്സും പറഞ്ഞിട്ട് രണ്ട് ടോപ്പിക് അല്ലെങ്കിൽ രണ്ട് പാർട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പം നമ്മൾ ഈ രണ്ട് പാർട്ടും വളരെ നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് പഠിക്കണം. കാരണം ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തിയറിയാണ്. സ്റ്റാറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ വരുന്നത്. സോ നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറേ വലിച്ച് പഠിക്കാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചും അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് 8 മാർക്കിന് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് ആൻഡ് ഷോർട്ട് എസ് എ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്. സോ അത് ഏതൊക്കെയാണ്, ആ ഒരു ടോപ്പിക് ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് 4 മാർക്കിന് ചോദിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക, ഏത് ടോപ്പിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമുക്ക് നോക്കാം 8 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പം നമ്മുടെ സ്റ്റാറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മീൻ മീഡിയൻ മോഡിൻ്റെ കാൽക്കുലേഷൻ. അപ്പം നമ്മുടെ സ്റ്റാറ്റിൽ നമുക്ക് 8 മാർക്കിന് ഇത് മൂന്നും അതായത് നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടാവും. ആ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് മീൻ മീഡിയൻ മോഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു വീഡിയോയിൽ നമ്മൾ ഇത് മൂന്നും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഈസി ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തത് അത് എന്താക്കുക പോയി കാണാം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പോവർട്ടി അലേവിയേഷൻ പ്രോഗ്രാംസ്. ഓക്കെ, നമ്മൾ പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ഭാഗമാണ് പോവർട്ടി അലേവിയേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാന്നുള്ളത് അല്ലേ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്നുള്ളത്. ഇതിൽ ചിലപ്പോൾ നിങ്ങളോട് 8 മാർക്കിന് ചോദിക്കാം ലിബറലൈസേഷനെ പറ്റിയിട്ട് മാത്രമായിരിക്കും എന്തൊക്കെ മെഷേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം എഴുതി വെക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാർക്കിനായിട്ടും പ്രൈവറ്റൈസേഷൻ മാത്രമായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഔട്ട്സോഴ്സിങ് മാത്രം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇത് മൂന്നും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നും എഴുതി വെക്കാം, 8 മാർക്കിന് ചോദിക്കും. അല്ലെങ്കിൽ ലിബറലൈസേഷൻ മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം എഴുതി വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നമ്മൾ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്, അതിന്റെ സ്ട്രാറ്റജീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം 8 മാർക്കിന് ചോദിക്കും, ചിലപ്പം 5 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം 5 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ 8 മാർക്കിന് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം 8 മാർക്കിന് 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും. അതിലേതെങ്കിലും 2 എണ്ണമാണ് നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഈസി ആയിട്ട് എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണം എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, ഇനി 5 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. 5 സോഴ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ്റെ. ആ 5 സോഴ്സും പഠിച്ചു വെക്കുക. 5 സോഴ്സും നല്ല അടിപൊളിയായിട്ട് എഴുതാം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രിപ്പറേഷൻ. നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ടാവും. ആ ഒരു ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഡാറ്റ കളക്ഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ. പ്രൈമറി ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ മെയിൽഡ് ക്വസ്റ്റ്യനെയർ, അങ്ങനെ നമ്മൾ ഒരു 3 മെത്തേഡുകൾ പഠിക്കുന്നുണ്ടല്ലേ. സോ ആ ഒരു മെത്തേഡുകളാണ് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനിൽ നിങ്ങൾ എഴുതേണ്ടത്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലെസ് ദാൻ ഒജീവും അതുപോലെ തന്നെ മോർ ദാൻ ഒജീവും വരയ്ക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം. ആൻഡ് ഇത് വരച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങളോട് ഒരു ഡാറ്റ ഒരു ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് മീഡിയൻ ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യുക എന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക. സോ മീഡിയൻ ഗ്രാഫിക്കലി നമുക്ക് ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ലെസ് ദാൻ ഒജീവും പിന്നെ നമ്മൾ മോർ ദാൻ ഒജീവും വരയ്ക്കണം. രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് വരച്ചിട്ട് അതായിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് അല്ലേ. സോ ആ ഒരു ഭാഗം പഠിച്ചു വെക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെൻസസും സാമ്പിൾ സർവേയും. എന്താണ് ചിലപ്പോൾ അതിൻ്റെ രണ്ടിന് ഡിഫറൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടിനും പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി പറയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ
പിന്നെ നമുക്ക് പറയാം, അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കുറച്ച് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, ആ മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ ഗവൺമെന്റ് ഇൻ ഓർഡർ ടു റെഗുലേറ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അതായത് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. സോ ആ ഒരു ഭാഗത്തുള്ളതാണ് എന്ത് സ്ട്രാറ്റജി മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ ഗവൺമെന്റ് ഇൻ ഓർഡർ ടു റെഗുലേറ്റ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പൈ ഡയഗ്രാം, ബാർ ഡയഗ്രാം ഒക്കെ വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കാം. ഓക്കെ, ചിലപ്പം അത് 4 മാർക്കിനോ 3 മാർക്കിനോ ആയിരിക്കും ചോദിക്കുക. പക്ഷെ എന്തായാലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും മോസ്റ്റ് പ്രോബബ്ലി ഒന്നെങ്കിൽ പൈ ഡയഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ ബാർ ഡയഗ്രാം ആയിരിക്കും. ബാക്കിയുള്ള ഒന്നും പഠിക്കരുത് എന്നല്ല, ഇതിനാണ് കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, എങ്ങനെ നമുക്ക് പൈ ഡയഗ്രാം വരയ്ക്കാം, എങ്ങനെ നമുക്ക് ബാർ ഡയഗ്രാം വരയ്ക്കാം എന്നുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 4 മാർക്കിന് ഫസ്റ്റ് തന്നെ നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ ഭയങ്കര സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു കൊളോണിയൽ റൂളിന്റെ ടൈമിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിന്റെ റീസൺസ് എന്തൊക്കെയാണ്? ഒരു 4 കറക്റ്റ് റീസൺ എഴുതി കഴിഞ്ഞാൽ 4 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോണത്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ 5 ഇയർ പ്ലാന്റെ ജംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾസിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും ഓർമ്മയില്ലേ? യെസ്, ജെംസ്, അതുപോലെ തന്നെ ഇക്വിറ്റി, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് അല്ലേ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ടേബിളിന്റെ കുറച്ച് പാർട്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, സ്റ്റെപ്പ്, ക്യാപ്ഷൻ, സെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഫങ്ഷണൽ പാർട്സ് ഓഫ് ടേബിളും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കൊരു 2 കോളംസ് തന്നിട്ട് മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് നമ്മൾ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും ഒക്കെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ എന്താണ് റാൻഡം സാമ്പിളിംഗ്, എന്താണ് നോൺ റാൻഡം സാമ്പിളിംഗ് എന്നൊക്കെ ഉള്ളത് നോക്കി വെക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നല്ലൊരു ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ മെയിൽഡ് ക്വസ്റ്റ്യനെയറിൻ്റെ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ഭയങ്കര ലോങ് ആവരുത്, പ്രിസൈസ് ആയിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ദെൻ 3 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഏരിയാസ് നോക്കാം. ഫസ്റ്റ് വൺ 3 മാർക്കിന് ഗ്രീൻ റവല്യൂഷനെ പറ്റിയിട്ട് ഒരു നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഗ്രീൻ റവല്യൂഷൻ എന്താണ് എന്നുള്ളത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്, അതിന്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു, അതിന് മറ്റൊരു പേരുണ്ട് വീറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ നമുക്ക് ചോദിക്കും ഇൻക്ലൂസീവ് മെത്തേഡും എക്സ്ക്ലൂസീവ് മെത്തേഡും. അതായത് ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും, അത് ചിലപ്പം എക്സ്ക്ലൂസീവ് ആയിരിക്കും, അതിനെ ഇൻക്ലൂസീവ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറയും, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ആക്കി മാറ്റാൻ വേണ്ടി പറയും. അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ഉള്ള ഇറേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. സോ അതെന്താക്കാൻ നോട്ട് ചെയ്ത് വെക്കുക. അതൊരു 2 മാർക്കിനോ ചിലപ്പോൾ 3 മാർക്കിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള 2 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഓർഗാനിക് ഫാമിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ എന്നുള്ളത്. ആൻഡ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഔട്ട്സോഴ്സിങ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. സോ ഗ്ലോബലൈസേഷനിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. സോ ബെനിഫിറ്റ്സ് ഓഫ് ഔട്ട്സോഴ്സിങ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. ദെൻ പിന്നെ നമ്മൾ കാറ്റഗറൈസിങ് പോവർട്ടിനെ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ അതെന്താക്കുക, അതും നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു ഭാഗങ്ങളൊക്കെ ചിലപ്പം 8 മാർക്കിന് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ചാൽ നമുക്ക് അത് 8 മാർക്കിന് ചോദിച്ചാലും 5 മാർക്കിന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇതൊക്കെ 3 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ വർക്കേഴ്സിനെ പറ്റിയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു ടേബിൾ തന്നിട്ട് വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട് ആ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യുക, ആ ഒരു രീതിയിൽ ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ബാക്കി ഏത് ടോപ്പിക്സ് മിസ് ചെയ്താലും ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഒന്നും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.
സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് എക്സാം നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതുക. എക്സാമിന് പോകുന്നതിന് മുന്നേ എന്തായാലും ഈ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.